ഇതൊക്കെ ഒരുപാട് കാലങ്ങൾ പഴക്കണ്ടാവും കേട്ടോ ഈ ഒരു വീടിന്. അത് നിന്നിട്ട് തന്നെ പേടിയുണ്ട്, ഒരു പ്രേതാലയം പോലെ. നല്ല അടിപൊളിയായിട്ടുള്ള പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാലേ വള്ളത്തിൽ തോഞ്ഞേക്കണേ വെള്ളം കാലിയായിട്ട്. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇവൻ്റെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ട്. അത് സംബന്ധിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ഒരു 12 മണിക്കുള്ളിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. രാത്രി ഏകദേശം ഒരു 4 മണിക്ക് നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെറിയതായിട്ടൊന്ന് പാടും കാര്യങ്ങളും ഇവിടുത്തെ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ആൾക്കാർ ചൂണ്ടിലിട ഇങ്ങനെ ഇടുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. നമ്മളെവിടെ പോയാലും ചൂണ്ടിലിടാനുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. നല്ലൊരു പ്രകൃതി രമണീയുണ്ട് ഇവിടെ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് നോക്കത്താ ദൂരത്തോളം പാടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് താറാവുകൾ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പോൾ വന്ന ചങ്ങന്മാർ, ഇത് ആഷിഖാണ്, ഇജാസ്, ഫാസിൽ, റാഫി, പിന്നെ ഇവിടെ തന്നെ നസീർ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ രാത്രി ഇങ്ങനെ പോകുന്നതാണ്. ചെറിയ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അതായത് അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടൊക്കെ. ഇതിപ്പോൾ 2 ഭാഗം പാടം, ആ പാടത്തിൻ്റെ സെൻറ്റർ കൂടെ ഒരു വഴി. നല്ല വൈബാണ് കേട്ടോ അങ്ങനെ പോകാൻ. ഇവിടെ നാടൻ ചേല് മീൻ ചൂണ്ടിട്ടുകൊണ്ടൊക്കെയുണ്ട്. അടിപൊളിയായിട്ടില്ല, എങ്ങനെയാണ് അടിപൊളിയില്ലേ? പഴയ കാല വീടുകളുണ്ടോ, വീടാണെന്നറിയില്ല, വെള്ളപ്പൊക്കത്ത് നശിച്ചു പോയതാണ്. കുഴപ്പമില്ല, അതായത് സെറ്റായിട്ട് ഇപ്പോഴും കൊഴിഞ്ഞാടാൻ നിൽക്കുന്നുണ്ട്. എന്ത് തക്കത്തറല്ലേ തക്ക, അതാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മീൻ ചൂണ്ടിട്ടുണ്ട്. എവിടെയാണ് ഈ അടിപൊളിയില്ലേ? അതായത് ആ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മരം വെച്ച് പിടിച്ചാണ്ട് ഇങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ പോയേക്കാം. നല്ല വീട്. ഇത് വാസിലെ താറാവിനും എടുക്കണ്ടത് എന്നാ പിടിക്ക്, നമുക്ക് രാത്രി ഫ്രീ ആക്കാം. പാപ്പല്ല ഏത് ഓ അത് മറ്റേ ഫിറോസൊക്കെ പൊളിയല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള താറാവ് കൊടുത്ത് വേണ്ടിട്ടോ. അവിടെ താറാവിന്റെ മുതല വാസിക്കാം, അതിന് മോലാളെ കണ്ട് ചെയ്തിട്ടോ. താറാവിനെ പിടിച്ചോണ്ടിരിക്കാണ്. നോക്കണ്ടേ? കിട്ടി കിട്ടി കിട്ടി. ആ ഇതില്ലേ ഇതിട്ടില്ലേ ഫോട്ടോ എടുക്കാനാണ് നമുക്ക് കൊണ്ടുപോകാനാണ്, വെറുതെ പറയണേ. അപ്പൊ നമ്മൾ ആ സൈഡ് മാറിയിട്ട് ഈ സൈഡ് ഇങ്ങനെ നടക്കാണ്. അടിപൊളി ക്ലൈമറ്റ് കിട്ടും ഇവിടെ. ലാസ്റ്റ് സെറ്റാണ്, നല്ല കാറ്റും അതേപോലെ നല്ല തണുപ്പുണ്ട്. വേനൽക്കാലത്ത് ഈ ഒരു വെള്ള കാര്യങ്ങളൊക്കെ കാണുള്ളൂ, മഴക്കാലത്ത് ഫുള്ള് വെള്ളം ഇവിടെ ഉണ്ടാവില്ലേ? ഫുള്ള് സെറ്റാണ്, അതായത് ഒരു നെസ്റ്റ് ഓഫ് ഫീലാണ്. എങ്ങോട്ട് നല്ല അടിപൊളി, നല്ലൊരു നമുക്ക് നല്ല ഫ്രീ മൈൻഡ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ നിരുന്നാലും നല്ല അടിപൊളിയായിരുന്നു. ഇതെന്താ സംഭവം? ആ മറ്റേതല്ലേ ചളി കോരിന്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ചൂണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടല്ലോ. ഇവിടെ നാട്ടുകാർ തന്നെയാണ്, ശ്രദ്ധിച്ച് വേണം പോവാൻ. നമ്മളവിടുന്ന് കണ്ടില്ലേ ഒരു അടിപൊളി വീട്, അതാണിട്ടത്. എന്താണ് പൊളി, പാടത്തിന് നടുവിലൊരു ചെറിയ വീട്. എന്താ വാസില ആനാണ്? എന്താ അതിൻ്റെ ഉള്ളിൽ? നമ്മുടെ ഇതിനുള്ളോ? അടിപൊളി, എന്തോ ഒരു രസം. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾ പഴക്കണ്ടാവും കേട്ടോ ഈ ഒരു വീടിന്. അത് നിന്നിട്ട് തന്നെ പേടിയുണ്ട്, ഒരു പ്രേതാലയം പോലെ. ഈ ഒരു മരം കണ്ടോ, ആൽമരാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് സെറ്റാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു. അവിടെ കേട്ടോ ഒരു സാധാ നാടൻ ചൂണ്ടയിൽ. ഇതിലെന്താ ഏട്ടുള്ളത്? സിലോപ്പിയോ എന്തല്ലേ? കടുകെ കല്ലട മുട്ട്. നിങ്ങളുടെ അവിടെ എന്ത് പറയാൻ തരത്തില്ല, കൂടെ തുറന്നെടുത്ത് കാണിച്ചു നോക്കി. എന്താ ഇതിലുണ്ട് സാധനം ഉണ്ടോ? പലയിടത്തും പല പേരല്ലേ പറയുന്നത്. ചെമ്പല്ലിയാ? ചെമ്പല്ലി മസ്താന്റെ ഇതില്ല ഇവിടെ ഇവിടെ മസ്താന്റെ ഇതില്ല ഇവിടെ ഇവിടെ. ഈ ഒരു സാധനമാണ് കേട്ടോ. ആ ഇത് സിലോപ്പി, നമ്മളവിടെ സിലോപ്പി അറിയും. ഇത് കല്ലടമുട്ടി, ചെമ്പല്ലി, ഇല്ല ചോവനക്കൊല്ലി, അങ്ങനെ കുത്തിരി വാർത്തകൾ നല്ല ചേർന്നുള്ളടത്ത് ഈ സമ്മാനത്തിനെ കിട്ടും. നമ്മുടെ കരിമീനില്ലേ, കരിമീനെക്കാളും
സൂപ്പർ മീനാണ്. ഇതിന് ശേഷമുള്ള കരിമീൻ. ഡിമാൻഡ് എപ്പോഴും കരിമീനാണ്. പക്ഷെ കരിമീൻ പറഞ്ഞാൽ നമ്മൾ നാളെ ആലപ്പുഴ പോയെന്ന് എത്ര 850 റുപ്യ കിലോന്. അത്ര വില ഉണ്ടല്ലേ? നല്ല വിലയുണ്ട്. കരിമീൻ ഇവിടെ നമ്മുടെ കിട്ടത്തില്ല. അത് വളർത്താം, വെള്ളം കയറ്റും. കണ്ടത്തി വെള്ളം കയറുമ്പോഴത്തേനും വളർത്ത് ഈ എല്ലാവരും വളർത്തുന്നവരുണ്ട്. ആരെല്ലാം വര ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വളർത്തുന്നവരുണ്ട്. അവിടുന്ന് വെള്ളം കയറുമ്പോഴത്തേക്കും ഇതുവരെ കണ്ടത്തിൽ കയറുമ്പോൾ കരിമീനെ വളർത്തുമീനൊക്കെ ഇഷ്ടം പോലെ കിട്ടും. മറ്റേ സിലോപ്പിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ നമ്മൾ വരുമ്പോൾ പറ്റിക്കല്ലേ പറ്റിക്കല്ല, നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂണ്ടയിൽ ഇത് കിട്ടും. അങ്ങനെയല്ല, നമ്മളിപ്പോൾ അവിടെ എത്തുമ്പോൾ സാധാരണ മുകളിൽ പറഞ്ഞാൽ കരിമീൻ 850 റുപ്യ, അതേപോലെ കൊഞ്ചു വാങ്ങിന് 1250 റുപ്യ ഒരു കിലോന്. നമുക്കിപ്പോൾ അതിനെക്കാട്ടിലും ഏറ്റവും വലിയ ടേസ്റ്റ് ചെയ്ത സാധനം ഈ സാധനം കല്ലടമുട്ടി. നമ്മുടെ നാട്ടിൽ ഞങ്ങളെ കല്ലടമുട്ടി എന്ന് പറയും. വേറെ ഒത്തിരി പേരുണ്ട് കല്ലടമുട്ടി, അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ പറയും. ഈ കരിമീനെക്കാട്ടിലും ഒക്കെ ടേസ്റ്റ് കൂടുതൽ സാധനം. ഇത് കുറേ ഇട്ടുണ്ട്, ഒരുപാട് ഇട്ടുണ്ട്. അവസാനം ഇച്ചിരി വെയിൽ താഴുവാണ് നമുക്ക് ഇവിടെ ചറവറാന്ന് പിടിക്കാം. ഇച്ചിരി വെയിലത്ത് കിട്ടും. 1 മണിക്കൂറോ? വെയിൽ എനിക്കെന്താ പരിപാടി? മുട്ടായി ഡക്കടത്ത് കിട്ടെങ്കിൽ ഈ മലപ്പുറത്താണ് കുറെ മീൻ ചുട്ടി കൊണ്ടിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കല്ലടമുട്ടിയില്ലേ, കല്ലടമുട്ടി കിട്ടിയാലേ പ്രാക്ടീസിലാണ് ആസിക്ക്. ഇതെന്താ നിങ്ങൾ മറ്റേ കറക്കത്തെ കാക്ക ഉത്തർക്കും പോലെ? നിങ്ങളെ വീടൊക്കെ ഇവിടെ തന്നെ? 4 കിലോമീറ്ററോ? എന്നും വരുമോ വൈകുന്നേരം? അല്ല, ഒരു വൈബ് കിക്ക്. സമയം പോക്കെ എന്താ ചെറിയൊരു ചാനലേ JD4 അറിയും. മഴക്കാലമൊക്കെ നല്ല വെള്ളം കയറുള്ളൂ അവിടെ, ഫുള്ള് അവിടെ. ഇവിടെ അടുത്ത് പുഴ ഏതെങ്കിലും ഉണ്ടോ തൊട്ടടുത്ത്? പിന്നെ അപ്പുറത്ത് ഇവിടുന്ന് അങ്ങോട്ട് മാറി മറ്റേ ചങ്ങനാശ്ശേരി വരുന്ന ഒരു 3 കിലോമീറ്റർ. അതിന് വെള്ളം കയറിയിട്ട് പൊന്തു കയറല്ലേ? നല്ല ഹൈറ്റിൽ വരുമോ? അങ്ങനെ വീടുകളൊക്കെ മുങ്ങാറുണ്ടോ അവിടെ? പിന്നെ വീടൊക്കെ മുങ്ങും. ചങ്ങനാശ്ശേരി റിസ്ക് തന്നെയല്ലേ? സെറ്റാണ്. പക്ഷെ നല്ല രസമാണ്. നമ്മളങ്ങാട്ടി ഒരുപാട് അല്ലേ പാടം, അതേപോലെ താറാവ്, ഒരുപാട് ആൾക്കാർ നമ്മൾ വന്നപ്പോൾ ഒരാളിങ്ങനെ പുല്ലരാണ്. നല്ല അടിപൊളി വൈബില്. അവിടെ നിന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, ഇല്ലാതില്ല. പക്ഷെ എന്താ വെച്ചാൽ കുറച്ചേ ഉള്ളൂ, അതായത് ഫുള്ളായിട്ടില്ല. അങ്ങനെ മെയിനായിട്ട് മാലിങ്കുന്നല്ലേ നമ്മളെ ഭാഗ പേര്, നിലമ്പൂർ ആ ഭാഗമൊക്കെ ആണെങ്കിൽ. പന്ത് കളി, മലപ്പുറം ജില്ല പറഞ്ഞാൽ പന്ത് കളി, അതിൻ്റെ വേറെ വൈബില്ല. അറിഞ്ഞിപ്പോൾ ഇവിടെ പന്ത് കളി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വരും. അപ്പോൾ നമ്മൾ കുട്ടനാട് കൂടെ ഇങ്ങനെ തോണി വെച്ചിട്ട് ഇങ്ങനെ പോയത്. പോണിൻ്റെ ഇങ്ങനെ പോണം വൈബടിച്ച്. പതുക്കെ പോട്ടോ, പതുക്കെ പതുക്കെ മതി, പേടിക്കണ്ട. അടിപൊളിയല്ലേ യാസിക? എജാതി യാത്ര പഠിക്കാതെ എടുക്കണം. അതെ, ഇതിപ്പോ നമ്മളൊരു ധൈര്യത്തിൽ എടുത്തത്. അവിടെ കാണുന്ന ഏട്ടന്മാരോട് ചോദിച്ചിട്ട് എടുത്തതാണ്. നമ്മളെ ചെങ്ങന്മാരോട് ഒറ്റ ഒന്നിനൊരു പോകാൻ ധൈര്യമില്ല, തോടി പോകാൻ ധൈര്യമില്ല, ഒക്കെ ഇവിടെ തന്നെ. അതുകൊണ്ട് നമ്മളിനിപ്പോ ആ തിരക്കര ഇങ്ങനെ പോയി നോക്കട്ടോ. നീർക്കോലിയോ? നീർക്കോലി നമുക്ക് പ്രശ്നമില്ല. എന്താ അവിടെ കുത്തിയത് അടുത്ത വല വല എന്നാ വല എടുത്ത് അങ്ങോട്ടാ അല്ലേ? സെറ്റാണ് ഇവിടെ, പൊളിയാണ്. സൂര്യനെ നല്ലോണം കുത്തിയിട്ട് ഒന്നാമത് ഇന്നലത്തെ ഉറക്കശീലുണ്ടായിട്ട് നല്ലോണം കണ്ണ് കുത്തിയിട്ട് ഇങ്ങനെ കണ്ണ് ചിമ്മുണ്ട്. ആ ഒരു തിരിച്ചേണ്ട നമുക്ക് അതിനിങ്ങനെ പോവാ. അടവല്ലേ അയ്യേ ഇതേ കൂട്ടാ ഓടിക്ക, അങ്ങനെ പോവാ. തിരിക്കേ അത് ശരി അല്ലേ? അവിടെ തോടി കണ്ടിക്കാണ്ട്. അപ്പോൾ നമ്മൾ ആശാന് വടി കൊണ്ടുള്ള തൊച്ചിലൊക്കെ നിർത്തിയപ്പോൾ കൈകൊണ്ടാണ്. കൈകൊണ്ടാകുമ്പോൾ നല്ല സുഖം ഉണ്ടല്ലേ? ഒന്നും അറിയില്ല, തോണിയൊന്നും അറിയില്ല. ഇതിനല്ല വെള്ളം ഉണ്ടോ? ഇത് ഫുള്ളും കൂടുണ്ടോ ഈ സാധനം? നമ്മളങ്ങോട്ടാ പോണേ കപ്പിത്താൻ? കണ്ടു ഒരുപാട് ദൂരമായിട്ടോ ഓരായിട്ട്. അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കണം, കാണണ്ടറിയണ്ടല്ലോ. അവിടെ കരക്കത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ടാറ്റാ പോരാ. അടിപൊളി സംഗതി. രാത്രി കയറല്ല ഇതിലാണ്ട് പുള്ളിക്കാരോ പൊന്നെ. നമ്മളെ വഞ്ചി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിട്ടേൺ പോകണ്ട, വേറെ നേരം പറ്റി. ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ കറങ്ങി, ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൊപ്പിത്താൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അധികം പതുക്കെ പോ. ഡ്രൈവർ പുല്ലേക്കാണ് കൂടെ. അധികം പുല്ല് പോകുമ്പോൾ ഇങ്ങനെ കുത്തുക.
പിടിക്കാം പതുക്കെ പതുക്കാരായിട്ട് ബ്രേക്ക് ബ്രേക്കില്ലേ ബ്രേക്ക് ഉണ്ട്. ഇതിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാല് ഇങ്ങനെ കുത്തുക അങ്ങോട്ട് എടുക്കുക കേട്ടോ. എങ്ങനെ ഇങ്ങനെ കേട്ടോ കൊടുക്കണ്ടില്ലേ ജി. ആ ഇതുപോലെ തന്നെ അവിടുന്ന് ഏറെ കുത്തി ഇങ്ങനെ ഇങ്ങോട്ടാക്കുക. സെറ്റ് അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇതിനെ കറക്കി തിരിച്ചു കറക്കെത്തിച്ചാ ആ കാണുന്ന ദൂരം ഉണ്ടല്ലോ ഇപ്പോൾ ഇതാണ് നമ്മളെ വഞ്ചി, ചെറിയ വഞ്ചി. ആരുതാണോ ഏതാണ് ഈ ഏട്ടന്മാരെടുക്കാൻ പറഞ്ഞതാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ വഞ്ചി പോണത്. നമ്മുടെ ലൈഫിൽ തന്നെ എങ്ങനെ ഒരു അത്രയും ഉല്ലാസമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് വിട്ടിട്ടുള്ളൊരു വഞ്ചി യാത്ര എന്ന് പറയാം. ചെറുതാണെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ തോണിയത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടോ. കേട്ടോ നമ്മളോട് കാണാത്ത എക്സ്പീരിയൻസ് സെറ്റാണ്. തോട് കഴിഞ്ഞിട്ടില്ല, അവിടെ ഇതൊക്കെ ഉണ്ട്. നമ്മളവിടെ പുഴയുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ പുഴയിലും ഇത്ര തയ്ച്ച് പോയാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ അടിപൊളിയാക്കി പോകാലോ. ഞങ്ങളേതായാലും വീട്ട് പോവാ. അവർ പോയി. അവർ വണ്ടിയിലുണ്ടോ? നിങ്ങളേതായാലും കാണാം. ഓക്കെ എന്നാ ശരി. ഏട്ടോ നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് വിനോദ്. വിനോദ്. നിങ്ങളെ പേരോ? ഷൈബി ജയേഷ്. ഓക്കെ എന്നാ വീണ്ടും എപ്പോഴും കാണാം. ശരി. നമ്മൾ ഏട്ടന്മാരുടെ ഇവിടെ പറഞ്ഞിങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ ഓല അവിടെ കാറിൽ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന വീടാണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണിത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് വാഗമണക്കാണ്. ഇനി 4 ദിവസം പറഞ്ഞാൽ വാഗമണത്തെ വീടാണ് നമ്മൾ കാണാം. വണ്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റല്ലേ? സെറ്റാണ്. പിന്നല്ല അപ്പോൾ വാഗമൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ മൂന്നാർ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഇവിടെ വിജാസെ പോയി കേട്ടോ. ഓക്കെ പോയി വരി.